എല്ലാവർക്കും നമസ്കാരം. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം, ജഡ്ജസ് ചാപ്റ്റർ 6. അതിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾക്കവിടെ ഒരു 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 സംഭവം കാണുവാനായിട്ട് കഴിയും. അവിടെ ഒരു ശക്തിയെ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. എന്തായിരുന്നു ആ ശക്തി? ആ ശക്തി എന്ന് പറയുന്നത് മിദ്യാന്യ ശക്തി അല്ലേ? അപ്പോൾ ഈ മിദ്യാന്യ ശക്തി എന്തായിരുന്നു? 7 വർഷം ഇസ്രായേൽ മക്കളെ വല്ലാതെ പീഡിപ്പിച്ച ഒരു ശക്തിയാണ് ആര്? ഈ മിദ്യാന്യ ശക്തി എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ അവർക്ക് അവരുടെ കുടുംബത്ത് പോലും അവർക്ക് താമസിക്കുവാൻ പറ്റുന്നില്ല. കുടുംബത്ത് താമസിക്കുവാൻ പറ്റുന്നില്ല. പകരം ഇസ്രായേൽ മക്കളുടെ ഗുഹകളെയൊക്കെ ആശ്രയിക്കേണ്ട ഒരു സിറ്റുവേഷൻ അവരുടെ ജീവിതത്തിൽ വന്നു. ഇനി അടുത്തത് എന്താണ്? അവർക്ക് ഒന്നുമില്ല. അവരുടെ ധാന്യങ്ങൾ എല്ലാം നശിപ്പിച്ചു കളയുകയാണ്. അവർ എന്തൊക്കെ അധ്വാനിക്കുന്നു അതെല്ലാം അതിൻ്റെ ഫലപ്രാപ്തിയിലോട്ട് വരുന്നതിന് മുൻപേ അത് മുഴുവൻ നശിപ്പിച്ചു കളയും. എന്ന് വെച്ചാൽ ഫലം അവർ കൊയ്തെടുക്കേണ്ട സമയമാകുമ്പോഴത്തേക്കും ഇത് മുഴുവൻ നശിപ്പിച്ചു കളയുന്ന ഒരു ശക്തിയാണ് എന്ത്? ഈ മിദ്യാന്യ ശക്തി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവരുടെ നന്മകളെ അപഹരിച്ചു കളയും, അവരുടെ സാമ്പത്തികത്തെ അപഹരിച്ചു കളയും, അവർക്ക് എന്താ പറയുക, അവർക്ക് സമാധാനം ഇല്ലാതാക്കി കളയും, അവർക്ക് കുടുംബം ഇല്ലാതാക്കി കളയും. എന്ന് വെച്ചാൽ കുടുംബത്തിൽ അവർക്ക് പാർക്കുവാൻ കഴിയാതെ മറ്റ് സ്ഥലങ്ങളിലേക്ക് ഓടിപ്പോകേണ്ട സിറ്റുവേഷൻ അവരുടെ ജീവിതത്തിൽ കൊണ്ടുവരും. അതുകൂടാതെ അവർക്ക് ആഹാരമില്ല, ആടുമാടുകളില്ല, ഒന്നുമില്ലാത്ത സിറ്റുവേഷൻ. അവരെ ശൂന്യമാക്കി കളഞ്ഞിട്ട് കയ്യിലൊന്നുമില്ലാത്ത രീതിയിൽ അവരെ ആക്കിക്കളയുന്ന ഒരു സ്പിരിറ്റാണ് എന്ത്? ഈ മിദ്യാന്യ ശക്തി എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോൾ നിങ്ങൾ ആ ഭാഗം ഒന്ന് വായിക്കുകയപ്പോൾ അതിലൂടെ ദൈവം നമ്മൾക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തി തരും. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്ന് സംസാരിക്കുവാൻ പോകുന്നതും ഇതുപോലെ തന്നെ നമ്മളുടെയൊക്കെ ജീവിതത്തിലോട്ട് വന്നു കഴിയുമ്പോൾ അല്ലെ, പലരും ഇന്നും പല വിധത്തിൽ കഷ്ടപ്പെടുക. എന്തിനാ? അധ്വാനിച്ചിട്ട് കയ്യിലൊന്നുമില്ല, മുഴുവൻ നഷ്ടപ്പെട്ടു പോകുക. എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയത്തില്ല, ആരാ കൊണ്ടുപോകുന്നതെന്ന് അറിയത്തില്ല, മുഴുവൻ നഷ്ടപ്പെട്ടു പോവുകയാണ്. അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ അത് ചോർത്തി കളയുകയാണ്. ഇനി രണ്ടാമത്തത് എന്താണ്? കുടുംബത്തിനകത്ത് താമസിക്കുവാൻ പറ്റുന്നില്ല. നമ്മൾക്കറിയാം, നമ്മളുടെ കരത്തിൽ സാമ്പത്തികമില്ല എങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾക്ക് സമാധാനമില്ലാത്ത സിറ്റുവേഷൻ വരും അല്ലേ? കുടുംബത്തിനകത്ത് സമാധാനമില്ലാത്ത സിറ്റുവേഷൻ വരും. സാമ്പത്തികമില്ലെങ്കിൽ സമാധാനമില്ലാത്ത സിറ്റുവേഷൻ വരും. അപ്പോൾ ഈ സമാധാനമില്ലാത്ത സിറ്റുവേഷൻ വന്നു കഴിയുമ്പോൾ നമ്മൾക്ക് കുടുംബത്തിനകത്ത് പോലും താമസിക്കുവാനായിട്ട് പറ്റാതെ വരും അല്ലേ? എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോകണമെന്നുള്ളൊരു ചിന്ത. ചിലർ ഇറങ്ങിപ്പോകും, ചിലർ അവിടെ തന്നെ സമാധാനമില്ലാത്ത അവസ്ഥയിൽ കിടന്നുകൊണ്ട് കുഴങ്ങി അവിടെ തന്നെ കഴിച്ചു കൂട്ടുന്നവരുണ്ടാകും. ഇനി മറ്റു ചിലർ എന്താണ്? നമ്മൾക്കറിയാം, ഇന്ന് കുടുംബങ്ങളിലോട്ട് വന്നു കഴിയുമ്പോൾ എന്താ പറയുക, ഈ സമ്പത്തിന് വേണ്ടിയിട്ടുള്ള അടിപിടി അല്ലേ, അല്ലെങ്കിൽ വീതം വെപ്പ്, എൻ്റെ ഭാഗം കിട്ടണം, ഇതിൻ്റെ ഭാഗം കിട്ടണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീടിന് വേണ്ടിയിട്ട് ആകെ ഇച്ചിരി സ്ഥലം ഉള്ളെങ്കിൽ പോലും അതിന് വേണ്ടിയിട്ട് പോലും എന്താണ് അവിടെ സഹോദരങ്ങൾ തമ്മിൽ എന്താണ് കുടുംബത്തിനകത്ത് വഴക്ക്. എന്തിനാ? വീതം കിട്ടണം. ഇനി ചിലരെന്താണ്, ഒരാൾക്ക് കുറച്ചൊരു കഴിവ് കുറവാണെങ്കിൽ എന്ത് ചെയ്യും? ഈ കഴിവുള്ളവൻ അല്ലെങ്കിൽ ത്രാണിയുള്ളവൻ എന്ത് ചെയ്യും? അവൻ്റേതും കൂടി അങ്ങനെ ഇവരെ അടിച്ചു മാറ്റുവാൻ വേണ്ടിയിട്ട്, എന്ന് വെച്ചാൽ നിഷ്കളങ്കരായിട്ടുള്ള അവരുടേതും കൂടി അടിച്ചു മാറ്റുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ചില സഹോദരങ്ങൾ അല്ലേ. ഇതൊക്കെ ഇന്ന് നമ്മൾ കാണുന്നത്, ഓരോ കുടുംബങ്ങളിൽ നടക്കുന്നത് നമ്മൾ കാണുന്നതാണ്. ഇവിടെയും ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിലും അങ്ങനെ തന്നെ സംഭവിച്ച് അവർ നിസ്സഹായരായി നിന്നു അല്ലെ. അവർ നിസ്സഹായരായി നിന്നപ്പോൾ ഇവർ മിദ്യാന്യർ എന്ത് ചെയ്തു? അവർ ശക്തരായിട്ട് കടന്നു വന്ന് അവരെ തോൽപ്പിച്ച് കളഞ്ഞുകൊണ്ടിരുന്നു. 7 വർഷമാണ് അവരെ നശിപ്പിച്ചു കളഞ്ഞത്. എങ്ങനെയാണ് നശിപ്പിച്ചത്? എല്ലാ വിധത്തിലും നശിപ്പിച്ചു കളഞ്ഞു അല്ലേ. എന്നിട്ട് നമ്മൾക്കറിയാം, അതിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ ദൈവം ആരെ എഴുന്നേൽപ്പിക്കുകയാണ്? അവിടെ ഗിദെയോനെ എഴുന്നേൽപ്പിക്കുകയാണ്. അപ്പോൾ ഗിദെയോനെ ദൈവം സംബോധന ചെയ്തത് എങ്ങനെയാണ്? അല്ലയോ പരാക്രമശാലി എന്ന് വിളിച്ചത്. പരാക്രമശാലി എന്ന് ഗിദെയോനെ വിളിക്കുവാൻ കാരണം എന്താണ്? ഗിദെയോൻ എന്ത് ചെയ്തു? ഇവർ മുഴുവൻ നശിപ്പിക്കുകയാണ്. എന്നിട്ടും പുള്ളി എന്താണ്? തോറ്റു കൊടുക്കുവാൻ തയ്യാറാകുന്നില്ല. പുള്ളി എന്ത് ചെയ്തു? പുള്ളി അവിടെ മുന്തിരിച്ചക്കിൻ്റെ അരികെ കൊണ്ടുവന്ന് ഗോതമ്പ് മെതിക്കുകയാണ്. എന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മെതിക്കുകയാണ്. അപ്പോൾ ഇവരെന്ത് ചെയ്യും? ഇവർ ഗോതമ്പിൻ്റെ ടൈം ആകുമ്പോൾ ഗോതമ്പ് പാടങ്ങളെ നോക്കി നടക്കും. അപ്പോൾ ഇവൻ എന്ത് ചെയ്തു? നേരെ തിരിച്ചു വെച്ചിരിക്കും. അപ്പോൾ ഇവരെങ്ങോട്ട് വരത്തില്ല? മുന്തിരിച്ചക്കിൻ്റെ അരികിലോട്ട് വരത്തില്ല. അതുകൊണ്ട് അങ്ങനെയെങ്കിലും നന്മയൊന്നും നന്മയൊന്ന് എങ്ങനെയെങ്കിലും അനുഭവിക്കുവാൻ വേണ്ടിയിട്ട് ഗിദെയോൻ ഇവിടെ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് ആർക്ക് ഇഷ്ടപ്പെട്ടു? സ്വർഗത്തിലെ ദൈവത്തിന് ഇഷ്ടപ്പെട്ടു. സ്വർഗത്തിലെ ദൈവം അത് നോക്കി കാണുന്നുണ്ടായിരുന്നു. എന്നിട്ട് ദൈവത്തിൻ്റെ ദൂതൻ അവിടെ ഇറങ്ങി വന്നിട്ട് ഗിദെയോനെ വിളിക്കുകയാണ്, അല്ലയോ പരാക്രമശാലി എന്ന് വിളിക്കുകയാണ്. എന്നിട്ട് നമ്മൾക്കറിയാമല്ലേ, അതിനുശേഷം ഗിദെയോൻ ദൈവത്തിനോട് കുറച്ച് അടയാളങ്ങളൊക്കെ ചോദിക്കുന്നു. ദൈവത്തിന് വേണ്ടിയിട്ട് എന്താ പറയുക, യാഗം അർപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ യാഗമെല്ലാം അർപ്പിച്ചു കഴിഞ്ഞിട്ട് ഇവന് ഉറപ്പായി ഇതെൻ്റെ ദൈവം ഞങ്ങളെ രക്ഷിക്കുവാൻ ഇറങ്ങിയതാണെന്ന് ഉറപ്പായപ്പോൾ പുള്ളി എന്ത് ചെയ്തു? അവിടെ ഒരു യാഗപീഠം അങ്ങ് പണിതു അല്ലേ. ഉറപ്പായിട്ടേ ഉള്ളൂ, അവൻ്റെ വിശ്വാസം വർദ്ധിച്ചിട്ടേ ഉള്ളൂ. അവൻ എന്ത് ചെയ്തു? അവിടെ യാഗപീഠം പണിതു. യാഗപീഠം പണിതിട്ട് അതിനൊരു പേരും കൂടി ഇട്ട്. എന്ത് പേരായിട്ടത്? യഹോവ ശാലോം എന്നായിട്ടത്. നമ്മൾക്കറിയാം, യഹോവ ശാലോം എന്ന് പറഞ്ഞാൽ സമാധാനത്തിൻ്റെ ദൈവം അല്ലേ. അതിൻ്റെ അർത്ഥം. കാരണം ദൈവം ഇറങ്ങി വന്നത് എന്തിനാ? ഇവരുടെ സമാധാനം കെട്ടിരിക്കുന്ന ഇവരുടെ ആ വിഷയങ്ങളിലേക്ക് കടന്നു വന്ന് ഇവർക്ക് സമാധാനം കൊടുക്കുവാനായിട്ടാണ് ദൈവം ഇറങ്ങി വരുന്നതെന്നും ഇവർ മനസ്സിലാക്കി. അപ്പോൾ ഇവൻ എന്ത് ചെയ്തു? ആ യാഗപീഠത്തിന് യഹോവ ശാലോം എന്ന് പേരിട്ടു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം
കാര്യമുണ്ട്, വിഷയങ്ങൾ കടന്നു വരുമല്ലേ. കുടുംബത്തിനകത്ത് നമ്മൾക്ക് വോയിസ് ഇല്ലാതാകുമ്പോൾ, മറ്റുള്ളവരോട് സംസാരിക്കുവാൻ പിടിച്ചു നിൽക്കുവാൻ നമ്മൾക്ക് വോയിസ് ഇല്ലാതാകുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾക്കാരും വില തരുന്നില്ല എന്ന് മനസ്സിലാക്കുന്ന സിറ്റുവേഷനൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ ഫൈറ്റ് ചെയ്യുവാനായിട്ട് ഇറങ്ങണ്ട. ആര് ഫൈറ്റ് ചെയ്യുവാൻ ഇറങ്ങും? ദൈവം ഫൈറ്റ് ചെയ്യുവാനായിട്ട് ഇറങ്ങും. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഇസ്രായേൽ മക്കളെ യഹോവയാം ദൈവത്തോട് നിലവിളിച്ചപ്പോഴാണ് ദൈവം അവരെ രക്ഷിക്കുവാനായിട്ട് ഇറങ്ങിയത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ദൈവത്തോട് നിലവിളിക്കണം. ദൈവത്തോട് നിലവിളിക്കുക മാത്രമല്ല, അവിടെ ഒരു യാഗപീഠം പണിയണം. യാഗപീഠം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളുടെ പ്രാർത്ഥന ഒന്നും കൂടി ശക്തമാക്കണം അല്ലേ. നമ്മളുടെ പ്രാർത്ഥന കുറയുമ്പോഴാണ് ഈ മിദ്യാന്യ ശക്തിയൊക്കെ എങ്ങോട്ട് വരുന്നത്? അടിച്ച് നമ്മളുടെ കുടുംബത്തിലേക്ക്, ജീവിതത്തിലേക്കൊക്കെ കടന്നു വരുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മറക്കരുത്. അതുകൊണ്ട് നമ്മളുടെ പ്രാർത്ഥനയുടെ പവർ കൂട്ടണം. പ്രാർത്ഥനയുടെ പവർ കൂട്ടുന്നതിനെയാണ് എന്ത് പറയുന്നത്? യാഗപീഠം. അതിന് കുറേ അർത്ഥങ്ങളുണ്ട്, അത് വേറൊരു ഇതിനകത്ത് പറയാം. ഓക്കെ, അപ്പോൾ ഈ യാഗപീഠം ഒന്ന് നമ്മളുടെ പ്രാർത്ഥനയുടെ ആ ഒരു പവർ നമ്മളൊന്ന് കൂട്ടുക. പ്രാർത്ഥിക്കുവാൻ സമയം വേർതിരിച്ചൊന്നിരിക്കുക. അങ്ങനെ ഇരുന്ന് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുമെന്നറിയാമോ? ദൈവം നമ്മൾക്ക് വേണ്ടി പ്രവർത്തിക്കും. ഇവിടെ ഗിദെയോൻ്റെയൊക്കെ അവരുടെ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ദൈവം എന്താ ചെയ്തത്? അതെ, നമ്മൾക്കറിയാം, ഒരു 300 പേരെ കൊണ്ടാണ് ഗിദെയോൻ്റെ നേതൃത്വത്തിലും ദൈവം അവർക്ക് ജയം കൊടുത്തത്. അപ്പോൾ അതിനു മുൻപ് എന്താണ്? 2 കാര്യങ്ങൾ അവിടെ സംഭവിച്ചു. എന്താണെന്നറിയാമോ? ഒന്നെന്താണ്? ഗിദെയോൻ ദൈവത്തോട് ചില അടയാളങ്ങൾ ചോദിച്ചപ്പോൾ ആ അടയാളങ്ങളൊക്കെ ദൈവം എന്ത് ചെയ്തു? ഗിദെയോന് ദൈവം കാണിച്ചു കൊടുക്കുവാനായിട്ടിടയായി. അതുപോലെ ഇന്ന് നമ്മളുടെ ജീവിതത്തിലും ദൈവം ചില നന്മയ്ക്കായിട്ട് ചില അടയാളങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ തരികയാണ്. എന്തിനാണ് നന്മയ്ക്കായിട്ട് അടയാളങ്ങൾ തരുന്നത്? വലിയ വിടുതൽ ദൈവം നമ്മൾക്ക് വേണ്ടി ഒരുക്കുന്നു എന്നതിൻ്റെ മുന്നോടിയായിട്ട് ചില അടയാളങ്ങളെ ദൈവം, നന്മയ്ക്കായിട്ട് ചില അടയാളങ്ങളെ ദൈവം നമ്മളുടെ ജീവിതത്തിൽ തരുവാനായിട്ട് പോകുക. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തോട് ചോദിക്കണം, ദൈവമേ, നന്മയ്ക്കായിട്ടൊരടയാളം, എൻ്റെ ഈ വിഷയം ഞാൻ ഇങ്ങനെ ഭാരപ്പെട്ട് കുഴഞ്ഞിരിക്കുകയാണ്, ഇവിടെ നന്മയ്ക്കായിട്ടൊരടയാളം എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ഒന്ന് ചെയ്യണമേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നിശ്ചയമായിട്ടും ദൈവം എന്ത് ചെയ്യും? നന്മയ്ക്കായിട്ട് ചില അടയാളങ്ങളെ നമ്മൾക്ക് വേണ്ടി ദൈവം ചെയ്യുവാനായിട്ട് പോവുകയാണ് കേട്ടോ. ഇനി അടുത്തത് എന്താണ്? അവിടെ നമ്മൾക്കറിയാം, ഇവർ ഗിദെയോന് എന്താ പറയുക, ഗിദെയോനും പിന്നെ സംശയമാണ് പുള്ളിക്ക്. കാരണം ഇവരെ അത്രമാത്രം ഇവരെ തകർത്ത് കളഞ്ഞു. ഇവർ കുറച്ചേ ഉള്ളൂ. ഇവരെ കഴിഞ്ഞും വെട്ടുകിളികളെ പോലെ ആര് കിടക്കുന്നത്? മിദ്യാന്യ ശക്തി കിടക്കുന്നത്. അതിനോട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇവർക്ക് അതിനോട് പൊരുതുവാൻ പറ്റത്തില്ല. കാരണം എല്ലാവരും അവരുടെ കൂട്ടത്തിലുണ്ട്. ഇവർ മാത്രമല്ല, ഇവർക്ക് കൂട്ടത്തിൽ വേറെ രാജ്യങ്ങളുമുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂട്ടമായിട്ട് വന്നിട്ട് ഇവരെ ആക്രമിക്കുന്നത്. അപ്പോൾ ഇവർക്കറിയാം അവരോട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ജയിച്ചു നിൽക്കാൻ പറ്റത്തില്ല എന്ന് ആർക്കറിയാം? ഗിദെയോൻ അറിയാം. അപ്പോൾ ഗിദെയോൻ വീണ്ടും ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, വീണ്ടും അടയാളങ്ങൾ ചോദിക്കും. അപ്പോൾ ദൈവം എന്ത് ചെയ്തു? നിനക്ക് തന്നെ പോകാൻ പേടിയാണെങ്കിൽ ഒരു കൂട്ടുകാരനെയും കൂടി കൂട്ടി നീ എങ്ങോട്ട് ചെല്ലും? മിദ്യാന്യരുടെ പാളയത്തിലേക്ക് രാത്രി ചെല്ലാൻ പറഞ്ഞു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്താണ്? അവരങ്ങോട്ടും ഇങ്ങോട്ടും, ഒരുത്തൻ സ്വപ്നം കണ്ടു, വേറൊരുത്തൻ അത് വിവരിച്ചു കൊടുക്കുക. അപ്പോൾ ഇവർക്ക് എങ്ങനെയാണ്? ഞാൻ വിചാരിക്കും ഒരു സാധാരണ മനുഷ്യനായ ഒരു ഗിദെയോന്റെ പേര് വരെ ഇവർക്ക് എന്തായി? ഇവർക്കവിടെ മനസ്സിലാക്കി കൊടുത്തു. എന്തിനാ മനസ്സിലാക്കി കൊടുത്ത്? ഇവർക്ക് ഭയപ്പെടുവാനായിട്ട്. അപ്പോൾ ഓർക്ക് ഒരു ഗിദെയോനെയും കൊണ്ട് ഇവർ ഇത്രയും വലിയ ശക്തി എന്താണ്? പേടിക്കുക. ആ ഗിദെയോന്റെ പേര് കേട്ടപ്പോഴേ ഇവർ വിറയ്ക്കുക. എന്നിട്ട് ഇവരെയും കൊണ്ട് കേൾപ്പിച്ചത്, ഗിദെയോൻ നമ്മളെ തകർക്കാൻ വരികയാണ് എന്ന് ഇവരവിടെ സ്വപ്നം വിവരിക്കുന്നത് കേട്ടു. അപ്പോൾ ഇത് കേട്ടപ്പോഴത്തേക്കും ആർക്ക് ഒന്നും കൂടെ ധൈര്യമായി, ഒന്നും കൂടെ വിശ്വാസത്തിൽ ഉറച്ചു. ആരും? ഗിദെയോൻ വിശ്വാസത്തിൽ ഉറച്ചു. ഇതുപോലെ ചില കേൾവികൾ ദൈവം നമ്മളെ കേൾപ്പിക്കാൻ പോവുകയാണ്. ചില കേൾവികൾ കേട്ട് കഴിയുമ്പോൾ നമ്മളുടെ വിശ്വാസം ഒന്നും കൂടി ഉറയ്ക്കും. എങ്ങനെ ഉറയ്ക്കുന്നത്? ദൈവം ഉറപ്പിക്കും. കാരണം ചിലത് നമ്മൾക്ക് വേണ്ടി ദൈവം ചെയ്യാൻ പോകുന്നു എന്ന ചില കേൾവികൾ നമ്മളെ കേൾപ്പിച്ച് ദൈവം നമ്മൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാൻ പോവുകയാണ്. അപ്പോൾ ഒന്നെന്താണ്? ഒന്ന്, ഒരടയാളം, നന്മയ്ക്കായിട്ട് ഒരടയാളം ദൈവം ചെയ്യുന്നു. 2 എന്താണ്? ചില കേൾവികളെ കേൾപ്പിച്ച് ദൈവം നമ്മൾക്ക് സമാധാനം തരികയാ പോവുകയാണ്. ഫൈനലി എന്താണ്? ദൈവം ഇറങ്ങി യുദ്ധം ചെയ്യും. അവിടെ ഗിദെയോന്റെ ടീമിൻ്റെ ജയമാണോ? അല്ല. 300 പേരെയും കൊണ്ട് പോയിട്ട് ഗിദെയോൻ ഇത്ര വലിയ ശക്തിയെ ജയിക്കത്തില്ല. അവിടെ ആരിറങ്ങി? യഹോവയാം ദൈവം യുദ്ധവീരനായിട്ട് അവിടെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഇവരെ ഒന്ന് മുന്നിൽ നിർത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ പ്രവർത്തിച്ചത് ആരാണ്? ദൈവമാണ് പ്രവർത്തിച്ചത്. അതുകൊണ്ട് ഓർക്കുക, നമ്മളിവിടെ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഡയറക്റ്റ് യുദ്ധത്തിന് പോകുകയല്ല ചെയ്യേണ്ടതും, നമ്മളിരുന്ന് പ്രാർത്ഥിക്കുക, ദൈവസന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുക. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കും? ദൈവം ഇറങ്ങി വരുവാനായിട്ട് ഇടയാകും. കാരണം ഓർക്കുക, നമ്മളിപ്പോൾ നിസ്സഹായരല്ലേ. ചിലരോടൊന്നും നമ്മൾക്ക് ഏറ്റുമുട്ടുവാനായിട്ട് കഴിയത്തില്ല. ചിലയിടത്തൊക്കെ നമ്മളെ നിശബ്ദരായി പോകുന്ന, അല്ലെങ്കിൽ നമ്മളെ നിശബ്ദരാക്കി കളയുന്ന ചില എതിർ ശക്തികൾ അത്രയും ശക്തമായിരിക്കും. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മിണ്ടാതിരുന്ന് ദൈവത്തിൻ്റെ കരത്തിലോട്ട് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കണം. അവരോട് മിണ്ടണ്ട, പക്ഷേ നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിലവിളിക്കണം. അപ്പോൾ നിലവിളിച്ചു കഴിയുമ്പോൾ ദൈവം എന്ത് ചെയ്യും? നമ്മൾക്ക് വേണ്ടി എഴുന്നേൽക്കും. നമ്മളുടെ സാമ്പത്തികത്തെ ചോർത്തിക്കളയണം, നമ്മളുടെ സാമ്പത്തികത്തെ അപഹരിച്ചു കളയണം, നമ്മളുടെ കരങ്ങളെ ശൂന്യമാക്കി കളയണം. മിദ്യാന്യ ശക്തിയെ തകർത്തും ദൈവം നമ്മൾക്ക് ജയം തരാൻ പോവുകയാണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഈ ദിവസങ്ങളിൽ എന്താണ്, ഈ അവസ്ഥയിലൂടെയൊക്കെ ആരെങ്കിലും കടന്നു പോകുന്നുണ്ടെങ്കിൽ, കർത്താവേ,
ഓട്ടക്കയ്യായി ഞാൻ അധ്വാനിക്കുന്നുണ്ട്, എൻ്റെ കരത്തിലൊന്നുമില്ല കർത്താവെ, മുഴുവൻ എങ്ങോട്ടോ പോവുകയാണ്, ആരൊക്കെയോ അത് അപഹരിച്ചെടുക്കുകയാണ്. ഇനി രണ്ടാമത്തത് എന്താണ്, ഞങ്ങൾക്ക് കിട്ടേണ്ട കുറച്ച് അവകാശങ്ങൾ പോലും ഞങ്ങൾക്ക് തരാതെ വേണം അതിനെ അപഹരിച്ചു കളഞ്ഞ് ഞങ്ങളെ ഒന്നുമില്ലാതാക്കുന്ന ചിലർക്ക് അങ്ങനെയാണ്. ചിലർക്ക് വീട് വിട്ടു പോലും അവർക്ക് അവരുടെ ചെറിയ അവകാശങ്ങളെ പോലും ഇട്ടെറിഞ്ഞിട്ട് അവർക്ക് ഇറങ്ങിപ്പോകേണ്ട സിറ്റുവേഷൻ, അങ്ങനെയുള്ള സിറ്റുവേഷനൊക്കെ ആക്കിക്കളയുന്ന ഈ മിഥ്യാന്യ ശക്തിയെ തകർത്ത് ദൈവം നമ്മളെ എന്താണ് ഉറപ്പിക്കാൻ പോവുകയാണ്. ചില നന്മകൾ നഷ്ടമാക്കാതെ അത് നമ്മളുടെ കരത്തിൽ തന്നെ ദൈവം മുറുകെ തന്ന് നമ്മളെ ദൈവം ഉയർത്തുവാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇത് ദൈവം നമ്മൾക്ക് വേണ്ടി ഒരുക്കുന്ന പദ്ധതിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിന് മുൻപിൽ നിലവിളിക്കുക, മുട്ടുകുത്തുക, നമ്മൾ എന്ത് ചെയ്യുക? പ്രാർത്ഥിക്കുവാനായിട്ട് തയ്യാറാകുക. അപ്പോൾ ഇത് നമ്മൾ ചെയ്തു കഴിയുമ്പോൾ ദൈവം നമ്മൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നതും ഇതുപോലെ തന്നെ 3 കാര്യങ്ങളോ. ഒന്നെന്താണ്? ദൈവം നന്മയ്ക്കായിട്ട് അടയാളങ്ങളെ ദൈവം തരും. അത് നമ്മൾ ചോദിക്കണം കേട്ടോ. ദൈവം ചോദിച്ചപ്പെടാം ദൈവം അടയാളം കൊടുത്തത്. അപ്പോൾ നമ്മളും ചോദിക്കുക, ദൈവമേ നന്മയ്ക്കായിട്ടൊരു അടയാളം, ഈ സിറ്റുവേഷനിൽ നിന്ന് പുറത്തു വരുവാൻ ദൈവം എന്നോട് കൂടെയുണ്ടെങ്കിൽ നന്മയ്ക്കായിട്ടൊരു അടയാളം എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ദൈവം നന്മയ്ക്കായിട്ടൊരു അടയാളം തരും. അടുത്തത് എന്താണ്? ചില കേൾവികൾ കേൾപ്പിച്ചിട്ട് നമ്മളുടെ വിശ്വാസത്തെ ദൈവം വർദ്ധിപ്പിക്കും. മൂന്നാമത് എന്താണ്? ഫൈനലി ആ മിഥ്യാന്യ ശക്തിയെ കാലാകാലങ്ങളായിട്ട് 7 വർഷമാണ് അവരെ ബുദ്ധിമുട്ടിച്ചത്. ഓക്കെ, കാലാകാലങ്ങളായിട്ട് നമ്മളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്ന, നമ്മളുടെ സാമ്പത്തികത്തെ ചോർത്തിക്കളഞ്ഞുകൊണ്ടിരുന്ന, നമ്മളുടെ കുടുംബജീവിതത്തിൻ്റെ സമാധാനത്തെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരുന്ന, കുടുംബത്തിൽ നമ്മൾക്ക് പാർക്കുവാൻ കഴിയാതെ വണ്ണം നമ്മളുടെ അവകാശങ്ങളെ ചോർത്തിക്കളയുവാൻ നിൽക്കുന്ന എല്ലാ മിഥ്യാന്യ ശക്തികളെയും തകർത്ത് ദൈവം നമ്മൾക്ക് ജയം തരുവാൻ പോവുകയാണ്. ദൈവം എന്തായിട്ടാണ് വെളിപ്പെടുവാൻ പോകുന്നത്? യഹോവ ശലോമായിട്ട് വെളിപ്പെടുവാൻ പോവുകയാണ്. 7 വർഷം ഓർക്കുക, ഇവരുടെ ഈ മിഥ്യാന്യ ശക്തി 7 വർഷം ഇസ്രായേൽ മക്കളുടെ സമാധാനത്തെ കെടുത്തി കളഞ്ഞു, അവരുടെ സമാധാനത്തെ നശിപ്പിച്ചു കളഞ്ഞു. അവിടെ ദൈവം എന്താണ്? സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്നിടത്ത് യഹോവ ശലോമായിട്ട് ഇറങ്ങുകയാണ്. അതുകൊണ്ട് ഇന്ന് നമ്മളുടെ ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെട്ട സിറ്റുവേഷനിൽ നമ്മൾ ഇരിക്കുമ്പോൾ യഹോവ ശലോമായിട്ട് നമ്മളുടെയൊക്കെ ജീവിതത്തിലേക്ക്, കുടുംബങ്ങളിലേക്ക് ദൈവം ഇറങ്ങാൻ പോവുകയാണ്. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.